ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസിന് ആവശ്യമായിട്ടുള്ള 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നേയും നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തെങ്കിലും അതിനകത്ത് 20-25 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതല്ല എങ്കിൽ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണം. കാരണം ഇനിയും വീഡിയോസ് വരും, നോട്ടിഫിക്കേഷൻ വരണം. പിന്നെ ചാനലിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. അതെനിക്കൊരു സപ്പോർട്ട് ആവും. ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ ആര്? അതായത് 2022 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ക്വസ്റ്റ്യൻ. TV ചന്ദ്രനാണ്. നിങ്ങൾക്കറിയാം, സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ് ഏത്? JC ഡാനിയൽ പുരസ്കാരം. ഇത് 2022 ലഭിച്ചത് TV ചന്ദ്രനാണ്. 2023 ലോക വനിതാ ചെസ് ജേതാവ് ആരാണ്? ചൈനീസ് താരമായ ജു വെൻജുൻ ആണ്. ആരാണ്? ചൈനീസ് താരമായ ജു വെൻജുൻ ആണ് എന്ത് 4ാമതും വനിതാ ചെസ് കിരീടം സ്വന്തമാക്കി 2023 ലോക വനിതാ ചെസ് ജേതാവായത്. ആരാണ്? ജു വെൻജുൻ. അടുത്തത്, വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിന്റെ WCCFന്റെ ഭാഗമാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിന്റെ ഭാഗമാകുന്ന ഇന്ത്യയുടെ ആദ്യ നഗരം ഏതാണ്? അത് ബാംഗ്ലൂരു ആണ്. ഏതാണ്? ബാംഗ്ലൂരു. 2023 ഓഗസ്റ്റില് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? 2023 ഓഗസ്റ്റിലാണ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞത്. ഇതിന്റെ ഭാഗ്യചിഹ്നം തോണി തുഴയുന്ന ആനക്കുട്ടിയാണ്. ഇത് തയ്യാറാക്കിയത് P ദേവപ്രകാശ് ആണ്. തോണി തുഴയുന്ന ആനക്കുട്ടി തയ്യാറാക്കിയത് P ദേവപ്രകാശ്. നെഹ്റു ട്രോഫി വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് നടക്കുന്നത്. ഓക്കെ, സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കണമെന്ന് നിർദ്ദേശിച്ച UN ഏജൻസി ഏതാണ്? സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കണമെന്ന് നിർദ്ദേശിച്ച UN ഏജൻസിയാണ് യുനെസ്കോ. 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതി ഏതാണ്? 2023 ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സംരക്ഷ പദ്ധതി. കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതി. 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടി. ഇതിന് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 പ്രഖ്യാപിച്ചു. അപ്പോൾ 2022 പുരസ്കാരം 53ാമതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. ആർക്കൊക്കെയാണ് കിട്ടിയത്? മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്കാണ്. മികച്ച സിനിമയായിട്ട് സെലക്ട് ചെയ്തത് നൻപകൽ നേരത്ത് മയക്കം. ഈ സിനിമ സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് നൻപകൽ നേരത്ത് മയക്കം. സംവിധാനം ചെയ്തത് ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിന് നമ്മുടെ മമ്മൂട്ടിക്കാണ്. മികച്ച നടി വിൻസി അലോഷ്യസ് ആണ്. രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിൻസി അലോഷ്യസിന് ഈ ഒരു മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സംവിധായകനായിട്ട് സെലക്ട് ചെയ്തത് മഹേഷ് നാരായണനെയാണ്. മഹേഷ് നാരായണന്റെ അറിയിപ്പ് എന്ന ചിത്രത്തിലെ സംവിധാനത്തിനാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് മഹേഷ് നാരായണന് കിട്ടിയത്. അറിയിപ്പ് എന്ന ചിത്രത്തിന്. അടുത്ത കറണ്ട് അഫയേഴ്സ് പറയുന്നതിന് മുന്നേ നമ്മുടെ യൂണിവേഴ്സിറ്റി LGS കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും SCERT ഫിനിഷ് ചെയ്യണം. സിലബസ് അനുസരിച്ച് SCERT ഫിനിഷ് ചെയ്യാനായിട്ടുള്ള വീഡിയോ ക്ലാസ്സും PDF നോട്ടും ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി
ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്സ് ഉൾപ്പെടെയാണ് നൽകുന്നത്. താല്പര്യമുണ്ടെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ 1 മാസത്തിനകം നിങ്ങൾക്ക് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കോഴ്സ് നമ്മുടെ ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആരാണ്? AJ ദേശായി ആണ്. 38ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതയായത് ആശിഷ് J ദേശായി അഥവാ AJ ദേശായി ആണ്. 2023 ജൂലൈ 18 അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി മരിച്ച ഡേറ്റ് ചോദിക്കാം. 2023 ജൂലൈ 18 ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദ സോൾ. എന്താണ് ടച്ചിങ് ദ സോള്? PT ചാക്കോ എഴുതിയ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ. തുറന്നിട്ട വാതിൽ ഏതാണ്? തുറന്നിട്ട വാതിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ജീവചരിത്രമാണ്. ജീവചരിത്രം എഴുതിയത് PT ചാക്കോയാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ് കാലം സാക്ഷി. ഇത് തയ്യാറാക്കിയത് സണ്ണിക്കുട്ടി എബ്രഹാം ആണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേര് കാലം സാക്ഷി, തയ്യാറാക്കിയത് സണ്ണിക്കുട്ടി എബ്രഹാം. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം M ശ്രീശങ്കർ ആണ്. ലോങ് ജംപ് താരമാണ്. നമ്മുടെ മലയാളിയാണ് ലോങ് ജംപ് താരം M ശ്രീശങ്കർ. ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് M ശ്രീശങ്കർ ആണ്. ഇപ്രാവശ്യത്തെ GV രാജ പുരസ്കാരം കിട്ടിയതും ആർക്കാണ്? M ശ്രീശങ്കറിനാണ്. ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് M ശ്രീശങ്കർ ആണ്. ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എനി അവാർഡ് 2023 അർഹനായ മലയാളി ആര്? ഡോക്ടർ പ്രദീപ് തലപ്പിലാണ്. 2023 എനി അവാർഡ് കിട്ടിയത്. എനി അവാർഡ് എന്താണ്? ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമാണ് എനി അവാർഡ്. ഇത് അർഹമായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലപ്പില്. വിംബിൾഡൺ 2023 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ടെന്നീസ് കിരീടമാണ് വിംബിൾഡൺ. 2023 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് സ്പെയിൻ താരമായ കാർലോസ് അൽക്കരാസ് ആണ്. ആരാണ്? കാർലോസ് അൽക്കരാസിനാണ് വിംബിൾഡൺ 2023 നേടിയത്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റ വെൻഡ്രോസോവയാണ്. ചെക്ക് റിപ്പബ്ലിക് താരമാണ്. അപ്പൊ കാർലോസിനാണ് പുരുഷ സിംഗിൾ കിരീടം കിട്ടിയത്. മാർക്കറ്റയ്ക്കാണ് വിംബിൾഡൺ കിട്ടിയത്. 2023 വനിതാ വിംബിൾഡൺ കിട്ടിയത്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം സൂറത്താണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് സൂറത്തിലാണ്. അത് ഗുജറാത്തിലാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ KMRL നേതൃത്വത്തിൽ സോളാർ പാർക്കുകൾ നിലവിൽ വരുന്ന ജില്ലകള്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ സോളാർ പാർക്കുകൾ നിലവിൽ വരുന്ന ജില്ലകൾ ആലപ്പുഴയും കാസർഗോഡുമാണ്. ഇന്ത്യയും UAEയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പരസ്പരം ഉപയോഗിക്കാൻ ധാരണയായ നാണയം ഏതാണ്? ഇന്ത്യയും UAEയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പരസ്പരം ഉപയോഗിക്കാൻ ധാരണയായ നാണയമാണ് രൂപയും UAE ദിർഹവും. രണ്ടുപേരും ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചു. 2023 നടക്കുന്ന 9ാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങള്. 2023 നടക്കുന്ന 9ാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡിനുമാണ്. ഭാഗ്യചിഹ്നം ടസുനി എന്ന പെൻകിനാണ് ഭാഗ്യചിഹ്നം. ആതിഥേയത്വം വഹിക്കുന്നത് ഏതൊക്കെയാണ്? ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ്. ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേരെന്താണ്? പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ PMSSM എന്നാണ് ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര്. ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേരെന്താണ്? പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്നാണ്. അടുത്തത്, 2023 ജൂലൈയിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഔത്തൂർ ബെറ്റില ഏത് സംസ്ഥാനത്തതാണ്? തമിഴ്നാട്ടിലേതാണ്. 2023 ജൂലൈയിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഔത്തൂർ ബെറ്റില ഏത് സംസ്ഥാനത്തതാണ്? തമിഴ്നാട്.
2023 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം 80 രണ്ടാം സ്ഥാനത്ത് ജർമ്മനി, ഇറ്റലി, സ്പെയിൻ, ജപ്പാന് മൂന്നാം സ്ഥാനമാണ്. അപ്പോൾ 2023 ജൂലൈയിലാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2023 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള പാസ്പോർട്ടുള്ള രാജ്യം പ്രഖ്യാപിച്ചത്. അത് സിംഗപ്പൂരാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80 സ്ഥാനത്താണ്. ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ആരംഭിച്ച തദ്ദേശീയ ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം DGNSS എന്താണ്? ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം DGNSS ഇന്ത്യയുടെ സമുദ്രതീര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് വേണ്ടിയിട്ട് ആരംഭിച്ചതാണിത്. അതിന്റെ പേരെന്താണ്? സാഗർ സമ്പർക്ക് എന്നാണ്. സാഗർ സമ്പർക്ക്. ചൈനയുടെ സാമ്പത്തിക സഹായത്താൽ പാകിസ്ഥാനിൽ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയം. ചൈനയുടെ സാമ്പത്തിക സഹായത്തില് പാകിസ്ഥാനിൽ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയമാണ് ചെഷ്മ 5. ചെഷ്മ 5. 2023 G20 ഉച്ചകോടിക്ക് വേദി ഏതായിരുന്നു? ഇന്ത്യയാണ്. നിർമ്മാണ വ്യവസായവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യ ഇന്നവേഷൻ ഹബ്ബ് നിലവിൽ വരുന്ന സംസ്ഥാനം. നിർമ്മാണ വ്യവസായവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യ ഇന്നവേഷൻ ഹബ്ബ് നിലവിൽ വരുന്നു. അതുമായി ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. കുക്കി ആദിവാസി വിഭാഗം കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കുക്കി ആദിവാസി വിഭാഗം കാണപ്പെടുന്നത് മണിപ്പൂരിലാണ് കാണപ്പെടുന്നത്. പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമ യോജന പദ്ധതി പ്രകാരം രാജ്യസഭാ അംഗമായ PT ഉഷ തെരഞ്ഞെടുത്ത കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പ്രധാനമന്ത്രി സൻസദ് ആദർശ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം ഓരോ MP-മാര് അവർക്ക് പ്രിയപ്പെട്ട ഒരു എന്തെടുക്കും? ജില്ലയെ എടുക്കും, ഗ്രാമപഞ്ചായത്തിനെ എടുക്കും. ഇങ്ങനെ PT ഉഷ തെരഞ്ഞെടുത്ത കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് പള്ളിക്കത്തോട്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് PT ഉഷ. അപ്പൊ രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് ആര്? PT ഉഷ. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? ദുബായിലാണ്. 2023 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടക്കുന്നത്. മൂന്നാമത് മാരിടൈം ഗ്ലോബൽ ഇന്ത്യ ഉച്ചകോടി 2023 വേദി ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിലാണ്. മൂന്നാമത് മാരിടൈം ഗ്ലോബൽ ഇന്ത്യ ഉച്ചകോടി 2023 വേദി പ്രഗതി മൈതാൻ, ന്യൂഡൽഹി. വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെയും നേരിടാൻ ലോക ബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം ആരുടെ സഹായത്തോടെയാണ്? ലോക ബാങ്കിന്റെ സഹായത്തോടെ. വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ് ട്രോഫിയാണ് ഏത്? ഡ്യൂറന്റ് കപ്പ്. ഏതാണ്? ഡ്യൂറന്റ് കപ്പ്. ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെന്റ് ട്രോഫിയാണ് ഡ്യൂറന്റ് കപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പ്രോജക്റ്റ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ലഡാക്കില്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമമാണ് ആലപ്പുഴ ജില്ലയിലെ ചെറുതന. ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ്. 2023 പുതിയ സംയോജിത ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോർട്ട് ബ്ലെയറിലാണ്. വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പോർട്ട് ബ്ലെയറിലാണ്. സംയോജിത ടെർമിനൽ കെട്ടിടം അവിടെയാണ് 2023 ഉദ്ഘാടനം ചെയ്തത്. മലയാളത്തിൽ തുടക്കം കുറിക്കുന്ന ആദ്യ മുഖ്യധാര AI ചാറ്റ് ബോട്ടാണ് ഗൂഗിൾ ബാർഡ്. ഏതാണ്? ഗൂഗിൾ ബാർഡ് ആണ് മലയാളത്തിൽ തുടക്കം കുറിക്കുന്ന ആദ്യ മുഖ്യധാര AI ചാറ്റ് ബോട്ട്.
നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. 2ാം പ്രാവശ്യവും കേരളത്തിനാണ് കിട്ടിയിരിക്കുന്നത്. 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ കേരളത്തിന് കിട്ടുന്നത്. നീതി ആയോഗിന്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചന പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം കേരളമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറുമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ബീഹാറുമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പുതുച്ചേരിയും ലക്ഷദ്വീപുമാണ്. ദാരിദ്ര്യ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങൾ പുതുച്ചേരിയും ലക്ഷദ്വീപുമാണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല, ദാരിദ്ര്യമില്ലാത്ത ഒരേ ഒരു ജില്ല മാത്രമേ ഉള്ളൂ, അത് എറണാകുളമാണ്. നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഉള്ള ജില്ല വയനാടാണ്. വയനാടാണ് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ജില്ല. 2023 പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര എന്തായിരിക്കും? പച്ചക്കുതിരയാണ്. രതീഷ് രവിയാണ് ഭാഗ്യമുദ്ര രൂപകൽപ്പന ചെയ്തത്. ഈ ലോഗോ രൂപകൽപ്പന ചെയ്തത് സത്യപാൽ ശ്രീധറാണ്. പച്ചക്കുതിരയാണ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര. ലോകത്ത് എവിടെയുമുള്ള കുറ്റവാളികളെ വിരലടയാളം ഉപയോഗിച്ച് തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? ലോകത്ത് എവിടെയും ഉള്ള കുറ്റവാളികളെ വിരലടയാളം ഉപയോഗിച്ച് തിരിച്ചറിയാനുള്ള സോഫ്റ്റ്വെയർ ആണ് നാഫിസ്, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നാഫിസ് സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം ആണ്. 2023 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ രാജ്യം ജപ്പാനാണ്. 2ാം സ്ഥാനത്ത് ചൈന, ഇന്ത്യക്ക് 3ാം സ്ഥാനമാണ്. അപ്പൊ 2003 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പില് മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനത്ത് ജപ്പാൻ, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ഇന്ത്യ. കുറ്റകൃത്യങ്ങൾ നേരിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാകുന്നതിനുള്ള പദ്ധതിയാണ് സൈബർ ക്രൈം വോളണ്ടിയർ സ്ക്വാഡ്. എന്താണ് സൈബർ ക്രൈം വോളണ്ടിയർ സ്ക്വാഡ്? കുറ്റകൃത്യങ്ങൾ നേരിടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാകുന്നതിനുള്ള പദ്ധതിയാണ് സൈബർ ക്രൈം വോളണ്ടിയർ സ്ക്വാഡ്. ഫോബ്സ് പട്ടികകളുടെ ഈ വർഷത്തെ കണക്കു പ്രകാരം കായിക താരങ്ങളിൽ ഏറ്റവും അധികം വാർഷിക വരുമാനം എന്ന ഗിന്നസ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഫോബ്സ് പട്ടികയുടെ അനുസരിച്ചിട്ട് ഈ വർഷത്തെ കണക്ക് പ്രകാരം കായിക താരങ്ങളിൽ ഏറ്റവും കൂടുതൽ വാർഷിക വരുമാനമുള്ള ഗിന്നസ് ലോക റെക്കോർഡ് കിട്ടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി. എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇന്റർനെറ്റ് വ്യാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഭാരത് നെറ്റ്. എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇന്റർനെറ്റ് വ്യാപിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ് ഭാരത് നെറ്റ്. ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് G20 സമ്മേളനത്തിന് വേദിയായത് ഹരിയാനയിലെ ഗുരുഗ്രാമാണ്. ക്രൈം സെക്യൂരിറ്റി നമുക്കറിയാം, G20 സമ്മേളനം കംപ്ലീറ്റ് നടന്നത് ഇന്ത്യയിലാണ്. ഇതിനകത്ത് ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട G20 സമ്മേളനം നടന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. കേരള ടൂറിസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ടൂറിസം വകുപ്പ് നടത്തുന്ന ടൂറിസം പ്രചാരണ പരിപാടിയാണ് ഏത്? കേരള ബ്ലോക്ക് എക്സ്പ്രസ്. കേരള ടൂറിസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ടൂറിസം വകുപ്പ് നടത്തുന്ന ടൂറിസം പ്രചാരണ പരിപാടിയാണ് കേരള ബ്ലോക്ക് എക്സ്പ്രസ്. പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഉന്നതി കേരള എംപവർമെന്റ് സൊസൈറ്റി സ്റ്റാർട്ടപ്പ് സിറ്റി സ്ഥാപിക്കുന്നു. ഈ സ്റ്റാർട്ടപ്പ് സിറ്റി സ്ഥാപിക്കുന്ന നഗരം ഏതാണ്? അത് തിരുവനന്തപുരത്താണ്. സ്റ്റാർട്ടപ്പ് സിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിനായിട്ടാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി സ്ഥാപിക്കുന്നത്. എവിടെയാണ്? തിരുവനന്തപുരത്ത്. നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 2022 കയറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ എക്സ്പെർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ് 1ാമതെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. ഇതിൽ കേരളത്തിന്റെ സ്ഥാനം 19ആണ്. അടുത്തിടെ ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. വന്ദേ ഭാരതത്തിന്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ AC ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൺ. വന്ദേ ഭാരതത്തിന്റെ അതേ സൗകര്യങ്ങളോടെ AC ഇല്ലാതെ നോൺ AC ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നു സാധാരണക്കാർക്ക് വേണ്ടി. അതാണ് വന്ദേ സാധാരൺ.
ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. ഒഡിയ ആസ്ഥാനമായുള്ള വാർത്താ സ്റ്റേഷനായ ഒഡീഷ TV ആണ് ലിസയെ അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. അമേരിക്കയിലെ ടെന്നസി സ്റ്റേറ്റിൽ 43,000 അടി ഉയരത്തിൽ വിമാനത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാളിയാണ് ജിതിൻ വിജയൻ. ജിതിൻ വിജയൻ ബാലുശ്ശേരിക്കാരനാണ്. അമേരിക്കയിലെ ടെന്നസി സ്റ്റേറ്റില് 43,000 അടി ഉയരത്തില് വിമാനത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാളിയാണ് ജിതിൻ വിജയൻ. 2021-22 അധ്യയന വർഷത്തിലെ സ്കൂൾ പ്രകടന നിലവാര സൂചികയിൽ ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം പഞ്ചാബാണ്. എന്നാൽ 2ാം സ്ഥാനം ഏതിനാണ്? കേരളത്തിനാണുള്ളത്. ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരമാണ് 2023 നമ്മുടെ നരേന്ദ്രമോദിക്ക് ലഭിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? വിക്ഷേപിച്ചത് നമുക്കിപ്പോൾ പഠിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, തിരിഞ്ഞു പോകും. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേലാണ്. മിഷൻ ഡയറക്ടർ ആരാണ്? എസ് മോഹൻ കുമാറാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ, മിഷൻ ഡയറക്ടർ എസ് മോഹൻ കുമാറാണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി അബ്ദുള്ള അബൂബക്കറാണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയത് അബ്ദുള്ള അബൂബക്കർ. മീഥൈൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ചത് ചൈനയാണ്. മീഥൈൻ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ചത് ആരാണ്? ചൈനയാണ്. 2023 ലോക ജനസംഖ്യാ ദിന സന്ദേശം. ജൂലൈ 11 എല്ലാ വർഷവും ലോക ജനസംഖ്യാ ദിനം ആഘോഷിക്കുന്നത്. 2023 ലോക ജനസംഖ്യാ ദിന സന്ദേശം എന്താണ്? ലിംഗസമത്വത്തിന്റെ ശക്തി വിളിച്ചോതുക, ലോകത്തിലെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തുന്നതിന് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദം ഉയർത്തുക. അതായത് ലിംഗസമത്വത്തിന്റെ ശക്തി വിളിച്ചോതുക എന്നതാണ് 2023 ലോക ജനസംഖ്യാ ദിനത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ സന്ദേശം. അടുത്തിടെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കുയി ഭാഷ. അടുത്തിടെ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലാണ് ലാംഗ്വേജസ് ഉൾപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കുയി ഭാഷ. ഇന്ത്യക്ക് പുറത്ത് ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയിലാണ്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായ ആനന്ദിബായിയെ കുറിച്ചുള്ള കാവ്യ സമാഹാരം ഏതാണ്? ആനന്ദിബായി ജോഷി എ ലൈഫ് ഇൻ പോയംസ് എന്നാണ്. ഇത് രചിച്ചിരിക്കുന്നത് ശിഖ്യ മാളവ്യയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടറായ ആനന്ദിബായിയെ കുറിച്ചുള്ള കാവ്യ സമാഹാരം ഏതാണ്? ആനന്ദിബായി ജോഷി എ ലൈഫ് ഇൻ പോയംസ് എന്നതാണ്. ഇത് രചിച്ചിരിക്കുന്നത് ശിഖ്യ മാളവ്യയാണ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താനയാണ്. അസ്താന കസാക്കിസ്ഥാനിലാണ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ 2024 ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസ്താന കസാക്കിസ്ഥാൻ. അടുത്തിടെ സ്റ്റേഡിയത്തിൽ വനിതകൾക്ക് ഫുട്ബോൾ മത്സരം കാണാൻ അനുമതി നൽകിയത്. അടുത്തിടെ സ്റ്റേഡിയത്തിൽ ഇരുന്ന് വനിതകൾക്ക് ഫുട്ബോൾ മത്സരം കാണാൻ അനുമതി നൽകിയത് ഇറാൻ ആണ്. കേരളത്തിന്റെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവിയായി നിയമിതനായ വ്യക്തി സഞ്ജീവ് കുമാർ പട്ജോഷിയാണ്. കേരളത്തിന്റെ പുതിയ അഗ്നിരക്ഷാ സേനാ മേധാവിയാണ് സഞ്ജീവ് കുമാർ പട്ജോഷി. 2023 കാലവർഷത്തിൽ 1000 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് കാസർഗോഡ്. 2023 കാലവർഷത്തിൽ 1000 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ്. 2023 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഫ്രാൻസിലെ പാരീസ് ആണ്. ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ഫ്രാൻസിലെ പാരീസ് ആണ്. 24ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബാങ്കോക്ക് ആണ്. അത് തായ്ലൻഡിലാണ്. ഭാഗ്യചിഹ്നം തായ് ഹനുമാനാണ്. 24ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ബാങ്കോക്ക് ആണ്. അത് തായ്ലൻഡിലാണ്. ഇതിന്റെ ഭാഗ്യചിഹ്നം തായ് ഹനുമാനാണ്.
സംസ്ഥാനങ്ങളിലെ GST തർക്ക പരിഹാരത്തിനായുള്ള GST ട്രൈബ്യൂണലുകൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിലാണ്. സംസ്ഥാനങ്ങളിലെ GST തർക്ക പരിഹാരത്തിനായുള്ള GST ട്രിബ്യൂണലുകൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരം, കൊച്ചിയിലാണ്. തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിൽ തൊഴിൽ പരിശീലിപ്പിക്കാനായിട്ട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം. തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കാനായി സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൊഴിൽ തീരം. ലോകത്തെ ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന രാജ്യം ഏതാണ്? ദുബായ് ആണ്. ലോകത്ത് ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന രാജ്യം ദുബായ് ആണ്. ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം 2047 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? അതായത് ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം എന്നാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്? 2047 ഇതിനെ ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശിലെ ഷാഹ്ദോലിലാണ്. ഷാഹ്ദോലിലാണ് ദേശീയ സിക്കിൾ സെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം ഉദ്ഘാടനം ചെയ്തത്. 2047 നിർമ്മാർജ്ജനം ചെയ്ത് തീരും എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ കണക്കുകൾ പ്രകാരം 2023 സാമ്പത്തിക വർഷം ഇലക്ട്രോണിക് കയറ്റുമതിയിൽ 1-ാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. കേന്ദ്ര സർക്കാർ കണക്കുകൾ പ്രകാരം 2023 സാമ്പത്തിക വർഷം ഇലക്ട്രോണിക് കയറ്റുമതിയിൽ 1-ാമതെത്തിയത് സംസ്ഥാനം ആരെയാണ്? തമിഴ്നാടാണ്. പൂനെ ആസ്ഥാനമായുള്ള തിലക് സ്മാരക മന്ദിർ ട്രസ്റ്റിന്റെ 2023 ലോകമാന്യ തിലക് ദേശീയ അവാർഡ് അർഹമായത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കാണ്. ലോകമാന്യ തിലക് ദേശീയ അവാർഡ് കിട്ടിയത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്കാണ്. 2023 ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ഇന്ത്യയാണ്. ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇതിന്റെ ഫൈനൽ മത്സരം നടന്നത്. ഇറാനെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ വിജേതാക്കളായത്. ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇറാനെയാണ്. സ്ത്രീ ശാക്തീകരണത്തിനും ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകളുടെ പരാതികളിൽ വേഗം തീർപ്പ് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ നിലവിൽ വരുന്ന സംവിധാനമാണ് നാരി അദാലത്ത്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിനും ഗാർഹിക പീഡനം പോലുള്ള കാര്യങ്ങളിൽ സ്ത്രീകളുടെ പരാതി വേഗം തീർപ്പ് കൽപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ നിലവിൽ വരുന്ന സംവിധാനമാണ് നാരി അദാലത്ത്. സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് LTT 9779b. സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമായ ശുക്രന്റേതിന് സമാനമായ ഗ്രഹമാണ് LTT 9779b എന്നത്. സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ പോലീസ് സൈബർ സേനയെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ പോലീസ് സൈബർ സേനയെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഖലാൽ ഫഹദ് ആണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഖലാൽ ഫഹദ്. ടാൻസാനിയയിലെ ദാറസലാമിലുള്ള ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? ടാൻസാനിയയിലെ ദാറസലാമിലുള്ള ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തില് ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കർ അനാച്ഛാദനം ചെയ്തത്? സ്വാമി വിവേകാനന്ദന്റെ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് 10,000 മീറ്റർ നടത്തത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? അഭിഷേക് പാലാണ്. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പില് 10,000 മീറ്റർ നടത്തത്തില് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അഭിഷേക് പാല്. ട്വിറ്ററിന് ബദലായി ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ പുറത്തിറക്കുന്ന പുതിയ മൊബൈൽ ആപ്പാണ് ത്രെഡ്സ്. ട്വിറ്ററിന് ബദലായിട്ട് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ പുറത്തിറക്കുന്ന പുതിയ മൊബൈൽ ആപ്പാണ് ത്രെഡ്സ്. കേരള ഹൈക്കോടതിയുടെ 38ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്ന വ്യക്തിയാണ് ആശിഷ് ജെ ദേശായി. കാനഡ ഓപ്പൺ സൂപ്പർ സീരീസ് 500 ബാഡ്മിന്റൺ കിരീടം നേടിയത് ലക്ഷ്യ സെൻ ആണ്. ഇന്ത്യക്കാരൻ ലക്ഷ്യ സെൻ. കാനഡ ഓപ്പൺ സൂപ്പർ സീരീസ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ലക്ഷ്യ സെൻ ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? ജൂലൈ 14-നാണ്. ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വിക്ഷേപണ വാഹനം LVM-3 ആണ്.
ISROയുടെ ഏറ്റവും കരുത്തറ്റ വിക്ഷേപണ വാഹനമാണ് LVM-3. LVM-3യിലാണ് നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഓക്കെ, ജൂലൈ 14. അടുത്തിടെ അന്തരിച്ച ദേവകി നിലയങ്കോട്. ഈ ദേവകി നിലയങ്കോടിന്റെ പ്രത്യേകത എന്താണ്? സ്കൂളിലൊന്നും പോയിട്ടില്ല, ഭാഷകളൊക്കെ പഠിച്ച് എഴുത്തുകാരിയായി. അപ്പോൾ ദേവകി നിലയങ്കോടിന്റെ ആത്മകഥയുടെ പേരാണ് കാലപ്പകർച്ചകൾ. അടുത്തിടെ അന്തരിച്ച ദേവകി നിലയങ്കോടിന്റെ ആത്മകഥയുടെ പേരാണ് കാലപ്പകർച്ചകൾ. ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? നോയിഡയിലാണ്. ഉത്തർപ്രദേശിലാണ്, നോയിഡയിലാണ് ആദ്യ വേദിക് പാർക്ക് നിലവിൽ വരുന്നത്. പാർക്കിന്റെ പേര് വേദ് ഭവൻ എന്നാണ്. വേദ് ഭവൻ എന്നാണ് വേദിക് പാർക്കായ, ഇന്ത്യയിലെ ആദ്യത്തെ വേദിക് പാർക്കായ നോയിഡയിൽ നിലവിൽ വരുന്ന പാർക്കിന്റെ പേര്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെ കുറിച്ച് ബാലസഭാംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പദ്ധതി. ബാലസഭാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം പദ്ധതി. അപ്പോൾ മറക്കണ്ട, കറണ്ട് അഫയേഴ്സ് മാത്രമല്ല പ്രധാനപ്പെട്ടത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടതാണ്, SCERT പ്രധാനപ്പെട്ടതാണ്, SCERTയിലെ മാത്സ് 5 മുതൽ 10 വരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ SCERT ക്ലാസ്സുകൾ ഇഷ്ടപ്പെടും. അതിനായിട്ട് നമ്മുടെ PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് നോക്കുക. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കാത്തിരിക്കുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.